ഓക്കെ. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ നിക് ഷോ. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ ഞാൻ ഇടാൻ പോകുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിനിടയിൽ ഞാൻ 2-3 വീഡിയോസൊക്കെ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇടാൻ നിന്നില്ല. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മെയ് 9-ാം തീയതിയാണ്. ഞാൻ UK-യിലേക്ക്, അതായത് സ്കോട്ട്ലാൻഡിലേക്ക് വന്നിട്ട് 1 വർഷം തികയുന്ന അത് ഇന്നാണ്. അപ്പോൾ ഇതിനിടയിലുണ്ടായിരുന്ന ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത് ആദ്യം എൻ്റെ ഡൗൺസാണ്. എനിക്കിവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണലി ഞാൻ എന്നെ മാത്രം പറയുന്നതല്ല, UK-യിലേക്ക് ഒരു സ്റ്റുഡൻ്റായിട്ട് വന്നിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും അനുഭവിച്ചിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മൂവി കണ്ടിട്ടുണ്ടാകും, വാഴ 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലെനിക്ക് തോന്നുന്നു ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതിൻ്റെ ഒരു 10% മാത്രമേ അതിലൊരു ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള ഒരു 10% മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ പ്രശ്നങ്ങൾ മാത്രമാണ് തിരിച്ച് വന്നൂടെ എന്ന്. വൺസ് നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പോകൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ മാത്രമല്ല, എന്തായാലും നമുക്ക് ഈ രാജ്യത്ത് നിന്നിട്ട് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്, രക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അതിലേക്കുള്ള വീഡിയോസൊക്കെ അതെങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റുകൾ, ഞാൻ പറഞ്ഞില്ലേ അപ്സ് ആൻഡ് ഡൗൺസ് ആണെന്ന്. ഇപ്പോൾ ഡൗൺ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് എൻ്റെ അപ്സും കൂടെ പറയാം, എന്തൊക്കെയാണ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റുകൾ എന്നുള്ള കാര്യങ്ങളും കൂടെ പറയാം. അപ്പോൾ ഞാൻ വലിയ രീതിയിൽ എഡിറ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഞാനിതിൽ വലിയ രീതിയിൽ എഡിറ്റിംഗ് ഒന്നും ചെയ്യില്ല. ഡയറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഈ വീഡിയോസ് എടുത്ത് ഇടും ചിലപ്പോൾ, അല്ലെങ്കിൽ ചില ഭാഗത്തൊന്ന് കട്ട് ചെയ്തിട്ടിടും, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്കിതിൽ പാട്ടൊക്കെ കയറ്റി ഇങ്ങനെ ഇടണമെന്നുണ്ട്, സെൻറ്റിയൊക്കെ ഇട്ടിങ്ങനെ അങ്ങനെയൊക്കെ പാട്ടൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷേ എനിക്കതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒരു രസമല്ലേ. ഓക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടായിരിക്കും പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, എഴുതിയൊന്നും വെച്ചിട്ടില്ല എവിടെയും. എനിക്കങ്ങനെ സമയം കിട്ടിയിട്ടില്ല ഒരുപാട്. അപ്പോൾ ഇന്ന് ഓഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കിടന്നുറങ്ങി, എണീറ്റു, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്കോട്ട്ലാൻഡിലെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു കൺട്രി സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് നോർമൽ ഇംഗ്ലീഷ് അല്ല, ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കും, 2-3 മാസം എടുക്കും. അപ്പോൾ അത്രയും കാലം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുക, അവർക്ക് ഒരു ഇറിറ്റേഷൻ വരുന്ന ഒരു രീതിയായിരിക്കും. നമ്മളെ കേട്ട് പരിചയമുള്ള ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ മൂവീസ് കാണുമ്പോൾ ഉള്ളൊരു ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ആ ഒരു ഇംഗ്ലീഷ് ആയിരിക്കും. അതൊക്കെ ഇംഗ്ലണ്ട് സൈഡ് ആ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഇംഗ്ലീഷ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാത്ത സ്കോട്ടിഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് പരിചയമില്ലാത്ത വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് എന്നുള്ളതിന് ഇവർ വി എന്നാണ് പറയുക, VWEEV. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ആദ്യം ഫീൽ ചെയ്യും. ആരോടും നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു ഫീലായിരിക്കും. പിന്നെ മലയാളികളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എന്നുള്ളതുള്ളൂ. പിന്നെ ഞാനിവിടെ വന്നിട്ട് അനുഭവിച്ച രണ്ടാമത്തെ ഒരു കാര്യമാണ് ക്ലൈമറ്റ്. അത് തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കൈയൊക്കെ, ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ജാക്കറ്റൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് മേടിക്കുക എന്നുള്ള പ്ലാനായിരുന്നു ഇവിടുത്തെ രീതിയിലൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ വലിയ രീതിയിൽ ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും രക്ഷപ്പെടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പൈസ ഒന്നും ഉണ്ടാവില്ല. പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ നിന്നാൽ പോരെ. ഞാൻ ലോണൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഫീസിബിളായിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു ലോൺ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോണാണല്ലോ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ജോലിയൊക്കെ മേടിച്ച് സെറ്റാവാം എന്നുള്ള പ്ലാനിലാണ് വന്നത്. അങ്ങനെ വന്ന സമയത്ത് കയ്യിലധികം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 2 മാസം ഞാൻ ജാക്കറ്റ് ഇല്ലാതെ വെറും ഷർട്ട് മാത്രം ഇട്ടിട്ടാണ് നടന്നത്. മണ്ടത്തരമായിരുന്നു. ഒരു ജാക്കറ്റൊക്കെ മേടിച്ചിട്ട് ഇവിടെ നമുക്ക് 60-70 പൗണ്ടിനൊക്കെ നല്ല ജാക്കറ്റ് കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചു ഒരു 35 പൗണ്ടിൻ്റെ ഒരു ലോക്കൽ ജാക്കറ്റ് മേടിച്ചിരുന്നു. അതൊരു 2 മാസം എടുത്തില്ല എന്ന് തോന്നുന്നു. ഒരു 1.5 മാസം, 1 മാസം കഴിഞ്ഞ് 1.5 മാസം, 1.5 മാസമൊക്കെ ആവാനായപ്പോൾ ഞാൻ ആ ജാക്കറ്റ് എടുത്തത്. ഈ മഴയൊക്കെ വന്നിരുന്നു. ഞാൻ മെയ് മാസത്തിലാണ് വന്നത്. മെയ് ഇൻടേക്കിലായതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഈ ജോലി തപ്പി നടക്കണ ഭയങ്കര ടാസ്ക്കാണല്ലോ.
അപ്പോൾ അതിനൊക്കെ നമുക്ക് ജാക്കറ്റ് വേണം എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനൊരു ജാക്കറ്റ് എടുത്തു. അപ്പോൾ തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ് കാട് കയറി പോകുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഞാൻ ഇനി ഷോർട്ടാക്കിയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ക്ലൈമറ്റ്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം. നമ്മൾ മിക്ക ആൾക്കാരും വീട്ടിൽ നിന്ന് ആസ്വദിച്ച് 3 നേരവും 4 നേരവും 5 നേരമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് ഈ കസ്റ്റാർഡ് എന്ന് പറഞ്ഞ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും ബെനിഫിറ്റായിട്ട് കൂടുതലും കഴിക്കുക. ഞാനിവിടെ വന്ന സമയത്തും എനിക്കങ്ങനെ പാചകമൊന്നും വലിയ രീതിയിൽ അറിയില്ലായിരുന്നു. യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിലും പഠിച്ചു. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കൂടെ താമസിക്കുന്ന പയ്യന്മാരുണ്ടായിരുന്നു, മലയാളീസ് തന്നെയായിരുന്നു. അപ്പോൾ അവരും ഇതുപോലെ തന്നെയായിരുന്നു. അവരെന്നെക്കാട്ടിയും വലിയ മോശമാണ്, അവർക്ക് തീരെ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് പഠിച്ച് വന്നു കേട്ടോ. അപ്പോൾ പാചകം എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാചകമൊക്കെ ചെയ്ത് വീട്ടിലൊക്കെ ഒന്ന് അമ്മേൻ്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വരിക. പക്ഷെ ഞാനിവിടെ വന്നൊരു യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണെങ്കിലും, യൂട്യൂബ് ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് വീഡിയോസ് അങ്ങോട്ട് നോക്കുക. ഷാൻജിയോൻ്റെ വീഡിയോസ് നോക്കിയിട്ടാണ് ഞാൻ മിക്കതും ചെയ്യുക. പുള്ളീൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പുള്ളി ഒരു 3, 4, 5 മിനിറ്റ് അത്രേ ആ ഒരു വീഡിയോ പോവുള്ളൂ. കാര്യങ്ങൾ മാത്രം, എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും തക്കാളിയും കറിയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തുടങ്ങും. പിന്നെ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇനി നിങ്ങൾക്ക് ഇന്ന ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ വീഡിയോ. അതിൻ്റെ ഇടയിൽ പുള്ളി വേറെ ഒരു സംഭവവും ഇല്ല. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, എവിടേക്കാണ് ഇടേണ്ടത്, ഏത് സമയത്താണ് ഇടേണ്ടത്, അത്രയേ ഉള്ളൂ ആ വീഡിയോ. പക്ഷെ അത് അടിപൊളി കേട്ടോ. പക്ഷെ എനിക്ക് അതുപോലെയൊക്കെ ആവണമെന്നുണ്ട്. അതുപോലെ ഷോർട്ടായിട്ട് സംസാരിക്കണമെന്നുണ്ട്. എനിക്ക് ഈ ചറപറ ഇങ്ങനെ സംസാരിച്ച് ശീലമുണ്ട്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ശീലമുണ്ട്. എനിക്ക് അത് പറ്റില്ല. അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കാം, മേക്ക് ഓവർ ചെയ്യാം. ഓക്കെ. പിന്നെയുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണോ ഒരു പ്രശ്നം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇനിയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത്. ആ ഒരു കാലത്തെക്കുറിച്ചൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിളായിട്ടുള്ള കാര്യമില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അതും തീരെ പോസിബിളായിട്ടുള്ള കാര്യമില്ല. നമ്മളിവിടെ വരുന്നു, നമ്മളിവിടെ വന്നിട്ട് കുറച്ച് പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ട്. ആ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ആ പേപ്പർ വർക്കുകൾ എന്നല്ലേ, NI നമ്പർ നമ്മൾ എടുക്കണം. നമ്മൾ ഇവിടെ വന്നിട്ട് സിമ്മ് മേടിച്ച് നമ്മളൊരു 1 വീക്കിനുള്ളിൽ ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട്, ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തത് മോൺസോ എന്ന് പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ടാണ്. പിന്നെ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ് അതെടുത്ത് ആ ഒരു അക്കൗണ്ടും എടുത്തു. അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NI നമ്പർ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻഷുറൻസ് നമ്പറാണ്. ഈ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ആഴ്ച, 14 ടു ചിലപ്പോൾ നല്ല ഡിലേ ആയിപ്പോവും, 1 മാസം വരെ. അപ്പോൾ അതിന് ശേഷമേ നമുക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ 1 മാസത്തെ ചിലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയാണ്. അത് പെട്ടെന്നായിട്ട് തീരുകയും ചെയ്യും. നമ്മൾ വിചാരിക്കും നമ്മൾ നാട്ടിലെ ഒരു 1 ലാക്ക് പോക്കറ്റ് മണി ആയിട്ട് വെച്ചിട്ട് വരികയെന്ന് വെച്ചോ, അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ ചിലവ് എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപയൊക്കെ കയ്യിൽ വെക്കാൻ നമ്മൾ സാധാരണക്കാർക്കൊന്നും പറ്റില്ല. ആദ്യം ലോൺ എടുത്തിട്ടാണ് വരുന്നത്. അത് ഡയറക്റ്റ് പോകുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. പിന്നെ നമ്മുടെ കയ്യിലേക്കുള്ള ഫ്ലൈറ്റ് ചാർജ് അത് ഇതൊക്കെ ആയിട്ട് ഞാൻ എന്താക്കി, കുറച്ച് ലോണിൽ നിന്ന് തന്നെ ഡിസ്ബേഴ്സ്മെൻറ്റ് ചെയ്യുന്ന എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഞാനൊരു കുറച്ച് ഫണ്ട് 2 ലക്ഷം രൂപ എടുത്ത് വെച്ചായിരുന്നു. അതിൽ ഫ്ലൈറ്റ് ചാർജ് അങ്ങനെ കുറേ, പിന്നെ പർച്ചേസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഫണ്ട് അങ്ങോട്ട് പോയി. പിന്നെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, തുച്ഛമായിട്ടുള്ള പൈസ. ഇവിടെ വന്നപ്പോൾ അഡ്വാൻസ് കൊടുക്കണം, വീടിന് അഡ്വാൻസ് കൊടുക്കണം. വീട് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കുള്ള പരിപാടി കേട്ടോ. നമ്മൾ നാട്ടിലിരുന്നിട്ട് വീട് കണ്ടെത്തിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചാമ്പാനുള്ള സാഹചര്യം നല്ല രീതിയിലുണ്ട്. മലയാളികളായിരിക്കും കൂടുതൽ ചാമ്പുക. അതുപോലെ തന്നെ ഇന്ത്യക്കാർ ഏഷ്യൻസ്, അങ്ങനെ പറയാം, ഏഷ്യൻസ് നന്നായിട്ട് ചാമ്പും. അപ്പോൾ അത് നന്നായിട്ട് നോക്കിയിട്ട് കൈകാര്യം ചെയ്യണം. പിന്നെ അഡ്വാൻസ് കൊടുക്കണം. അഡ്വാൻസിന് ശേഷം ആ മാസത്തെ റെൻറ്റ് കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള ഏകദേശം പൈസയൊക്കെ തീരും. പിന്നെ നമുക്ക് ചിലവിനുള്ള പൈസ എന്ന് പറഞ്ഞിട്ട് തുച്ഛമായ പൈസയാണ്. ആ പൈസ തീരുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു ജോലി കണ്ടുപിടിക്കണം. ജോലി കണ്ടുപിടിക്കാൽ കുറച്ച് ടാസ്ക്കാണ്.
നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവിടെ വന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇൻ ഹാൻഡൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.5 പൗണ്ടാണ് പെർ അവറിന് കിട്ടുന്നത്. 4.5 പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ പട്ടീനെ പോലെ പണിയെടുപ്പിച്ചിട്ട് 4.5, 5, 6 ഇതൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി വേറെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. ഇവിടെ മിനിമം പേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12.21 ആയിരുന്നു കഴിഞ്ഞ മാസം വരെ. ഇപ്പോൾ 12.71 എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫണ്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ജോലി കിട്ടണം. NI ജോബ് കിട്ടണം. NI ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അല്ലാതെ ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിൽ ഭയങ്കര റേറ്റ് കുറവാണ്. നമ്മളെങ്ങനെ ഊറ്റാൻ പറ്റും അതുപോലെ ഊറ്റും. അപ്പോൾ ജോലി കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് CV ഒരുപാട് സ്ഥലത്ത് അയക്കണം. ഇന്ത്യയിൽ ഒരു ദിവസം തന്നെ 100ഉം 200ഉം CV അയക്കും. ചിലപ്പോഴേ നമുക്കൊരു കോളെങ്കിലും വരുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പുറത്തിറങ്ങിയിട്ട് നടക്കുക, സ്ട്രീറ്റിലൂടെ മുഴുവൻ നടക്കുക, ഉള്ള കടയിൽ മുഴുവൻ കയറുക, ജോലി ചോദിക്കുക. പിന്നെ കെയർ ഹോം കെയർ ആണോ, എന്ത് ജോലിയും നോക്കുക. ഇവിടെ ജീവിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കഷ്ടപ്പെടണം. ഒരു ജോലി മേടിക്കേണ്ടത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റേബിൾ ആകുമ്പോഴാണ് പിന്നെ നമ്മൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലി നോക്കേണ്ടത്. ആദ്യം നമ്മളുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിച്ചു പോകണം എന്നുള്ളൊരു രീതിയിലായിരിക്കണം നമ്മൾ ജോലി നോക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു 2 മാസമൊക്കെ ആവാനായപ്പോഴാണ് നല്ലൊരു ജോലി കിട്ടിയത്. ഓക്കെ, നല്ലൊരു ജോലി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാനും ക്യാഷ് ഇൻ ഹാൻഡിന് വേണ്ടിയിട്ട് നിന്നുണ്ട്. എനിക്ക് 4.5 പൗണ്ടാണ് കിട്ടിയത്. ഓക്കെ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പണിയായിരിക്കും. നമുക്ക് ഈ കിച്ചൺ പോട്ടറൊക്കെ ആയിട്ടാണ് ഞാൻ കയറിയിട്ടുള്ളത്. നല്ല പണി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെയായിരുന്നു. അതും മലയാളീൻ്റെ കട കേട്ടോ, അല്ല ഒരു തമിഴൻ്റെ കടയാണ്. അപ്പോൾ നല്ല രീതിയിൽ പണിയെടുപ്പിച്ചായിരുന്നു. പിന്നെ എനിക്ക് ഒരു ജോലി കിട്ടി. ഞാൻ അതിലേക്ക് കയറി. അങ്ങനെ ഇപ്പോൾ വേറൊരു ജോലിയിലാണ് നിൽക്കുന്നത്. കുഴപ്പമില്ലാത്ത സാഹചര്യത്തിൽ പോകുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ട് നമുക്ക് മാറ്റാമെന്നല്ല, അതൊരു പ്രശ്നമാണ്. ഓക്കെ,